ഹെൽത്ത് ഇഷ്യൂ മനുഷ്യന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എനിക്ക് ഗൾഫിൽ വെച്ച് റെസ്റ്റോറൻറ്റ് ഫുഡിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതിനൊരു മനുഷ്യന് റെസ്റ്റോറൻറ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിലൊരിക്കലൊക്കെ മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. ഞാനത് ഡെയിലി 3 ദിവസം വെച്ച് 7 കൊല്ലം 1995 2007 ഇടയ്ക്ക് 7 വർഷം. ആ 12 വർഷത്തിൽ 5 വർഷം നാട്ടിലായിരുന്നു. അല്ല 6 വർഷത്തിൽ ജില്ലയാണ്. അതിൻ്റെ പകുതി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 12 വർഷത്തിൽ 6-7 വർഷം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷം നാട്ടിലായിരുന്നു. 50-50 ആയിരുന്നു. 95 2007 ഇടയ്ക്ക്. ഈ 7 വർഷവും 3 നേരം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് എനിക്ക് ആകെ പ്രശ്നമായി. പണ്ടാരടങ്ങി എനിക്ക് സ്റ്റൊമക്ക് ഇഷ്യൂവും ഭയങ്കര പ്രശ്നവും ഒക്കെ ആയിട്ട് എനിക്ക് അതിനു മുമ്പ് കോയമ്പത്തൂർ പഠിക്കാൻ നേരത്ത് ഇതുപോലെ 1 ഇയർ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അന്ന് പക്ഷേ സ്റ്റൊമക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. കോയമ്പത്തൂർ വെച്ച് സ്റ്റൊമക്ക് ഇഷ്യൂ വന്നില്ല. ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നു. അന്ന് ഛർദിന് വയറിളക്കവും അങ്ങനെയൊക്കെ വന്നേ. ഫുഡ് ഇൻഫെക്ഷനാണ് വന്നത്. അത് സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല അന്ന് ഗൾഫ്. എൻ്റെ ഇവിടെ കോയമ്പത്തൂർ പഠിക്കുമ്പോൾ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഫുഡ് ഇൻഫെക്ഷനിൽ ഫാദർ മരിച്ച ഒരു 2 മാസം കഴിഞ്ഞ് ഫാദർ മരിച്ചത് ജനുവരിയിൽ, മാർച്ചിൽ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സിവിയർ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി. ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതാണ് പിന്നെ ഒരു ഇതുണ്ടായിട്ടുള്ളത് ഗൾഫിൽ പോണതിന് മുമ്പ്. ഗൾഫിൽ വെച്ച് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പിന്നെ ഗൾഫ് തന്നെ നിർത്തി. 2007 ഞാൻ ഗൾഫ് നിർത്തി. ഞാൻ റിട്ടയർ ചെയ്തു 38-ാമത്തെ വയസ്സിൽ, 20 വർഷം മുമ്പ്. മുപ്പത്തേഴാമത്തെ വയസ്സിലായിരിക്കും, 37-38 എത്രയാണോ, 20 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. അവന് അങ്ങനെ നേരം കുടിച്ചു പോയപ്പോൾ അവൻ അവിടുന്ന് നമ്മുടെ മുമ്പിലേക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. അതേതാണ്ട് അവനേതാണ്ട് നേർച്ച നേർന്നേക്കണോട്ട് ഓടിക്കണേ. നമ്മളെ ഓട്ടോയ്ക്ക് തന്നെ അങ്ങനെ നേരെ ഓട്ടോയ്ക്ക് ചെയ്ത് അങ്ങനെ പോയാൽ പോരെ. നമ്മുടെ മുമ്പിലേക്ക് കട്ട് ചെയ്ത് കയറിയിട്ട് ക്രിമേഡി ബാച്ചിൻ്റെ ആളുകളായിരിക്കും മിക്കവാറും. അത് പോട്ടെ, ക്രിമേഡി ബാച്ചിൻ്റെ കാര്യം ഇവിടെ. ഞാൻ ഫുഡിലേക്ക് വരാം. അങ്ങനെ ആ ഗൾഫിൽ വെച്ച് നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനോടുകൂടി ഗൾഫ് ജീവിതം അവസാനിച്ചു. കാരണം ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം പറ്റില്ല. ഇപ്പം നമ്മൾ ചിലർക്ക് ലിക്കർ ഉപയോഗിക്കുന്നവരുണ്ടാവാം, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവാം, ഹോട്ടൽ ഫുഡ് ഉപയോഗിക്കുന്നവരുണ്ടാകും. പക്ഷെ അത് നമുക്ക് പറ്റില്ല എന്ന് നമ്മുടെ ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. എനിക്ക് ഹോട്ടൽ ഫുഡ് പറ്റില്ല. ഞാൻ പിന്നെ ഒരു 15 വർഷത്തോളം, അതായത് 2007 മുതൽ 2022 വരെ 15 വർഷം ഞാൻ ഹോട്ടൽ ഫുഡ് 1 or 2 ഇയർ ആക്കി. വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ ബോഡി അങ്ങനെ റിക്കവർ ചെയ്ത് പതുക്കെ വന്ന്. പിന്നെ ഇപ്പോൾ ഈ മോളിടയ്ക്ക് 2022 ശേഷം സ്വിഗ്ഗി, സൊമാറ്റോ എന്നൊക്കെ ഓർഡർ ചെയ്യണം. പക്ഷെ അതെനിക്ക് അത്ര ശരിയാവണില്ല. കാരണം അവരുടെ ആ എക്സ്ട്രാ സോൾട്ടും അതിലെങ്ങനെ വന്നാലും സോൾട്ട് കൂടുതലായിരിക്കും. ഈ ഹോട്ടൽ സാഹചര്യം വലിയ കുഴപ്പമില്ല, അത് 4 സ്റ്റാർ ആയതുകൊണ്ടാണെന്ന്. അവർ അങ്ങനെ എക്സ്ട്രാ മിക്ക ഹോട്ടലുകളിൽ ഞാൻ കണ്ടേക്കണോടത്തിന് കുറേ മുളക് വാരിയിടും, കുറേ ഉപ്പ് വാരിയിടും. എന്നിട്ട് ഇത് പിന്നെ കുറേ അജിനോമോട്ടയും വാരിയിടും. ഇത് 3 മനുഷ്യന് കൊള്ളുമില്ലാത്ത സാധനങ്ങളാണ്. എനിക്കറിയാൻ പാടില്ല അവരെന്തിനാ ഇത്രയും ഉപ്പും മുളകും അജിനോമോട്ടയും വാരിയിടുന്നതെന്ന് ഫുഡിൽ. അത് ഹോട്ടൽ ഫുഡുകളൊന്നും ഞാൻ ഇവിടെ കോലഞ്ചേരിയിൽ സാജ് മാത്രമാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ ഞാൻ കണ്ടോട്ടുള്ളൂ ഫുഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് അതൊരു 4 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് അതിന് പ്രത്യേക ഇത് കാണുമായിരിക്കും, ഡയറ്റീഷ്യനോ അങ്ങനെയുള്ള ഗ്രൂപ്പ് കാണുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ ഇതിന് ഇത്ര എന്നൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും. 4 സ്റ്റാർ 5 സ്റ്റാറിലൊക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചും കൂടെ
അത് അവർ മറ്റേ സയൻറ്റിഫിക്കായിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യണത്. ബാക്കിയുള്ള ഇവിടെയുള്ള ഹോട്ടലുകളിലെല്ലാം കുറേ അധികം ഉപ്പും കുറേ അധികം മുളകും കുറേ അധികം അജിനോമോട്ടയും ഇതൊക്കെ ഇങ്ങനെ വാരി കുഴച്ച് കെട്ടി മുമ്പിലേക്ക് വരും. ഒന്നിനും കൊള്ളില്ലാത്ത കുറേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം ഇവിടുത്തെ കല്യാണ സദ്യകളും അതെ. കല്യാണ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് രാത്രി വരെ ഒരു ഇതായിരിക്കും. എല്ലാവരും പറയാറുണ്ട് ഇവിടെ നമ്മൾ ഏത് കല്യാണം പോയി കല്യാണ സദ്യ കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് കെമിക്കൽസ് ചേർത്തിടുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഫുഡ് സാധാരണ രീതിയിൽ മുളകി കഴിഞ്ഞാൽ മനുഷ്യന് സുഖമായിട്ട് കഴിച്ചു പോവാം. ഈ പറഞ്ഞ പരിപാടി ഹോട്ടലുകളിലും ചെയ്യില്ല, ഈ കല്യാണ സദ്യ നടത്തുന്നവരും ചെയ്യില്ല. ഒക്കെ ഉള്ള സാധനങ്ങൾ വൃത്തികെട്ട സാധനങ്ങൾ മുഴുവൻ ആഡ് ചെയ്ത് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചാണ് ഇവർ ഫുഡ് തരുന്നത്. ഹോട്ടലിലും അതെ, ഈ നമ്മളിപ്പോൾ കല്യാണ സദ്യകൾക്ക് പോയാലും അതെ. അപ്പോൾ ഇപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞ ഫുഡിലേക്ക് തരാം, എനിക്ക് ഹോട്ടൽ ഫുഡ് പ്രശ്നമാണെന്നുള്ളത് ഞാൻ ഏജ് 37, 38 ആയപ്പോൾ മനസ്സിലാക്കി. ഞാനത് നിർത്തി, ഹോട്ടൽ ഫുഡ് നിർത്തി, ഗൾഫ് നിർത്തി ഞാനിങ്ങ് പോകുന്നു. ചിലർക്ക് ചിലപ്പോൾ നമുക്ക് മദ്യപാനം കൊള്ളില്ല എന്ന് പറയും. നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളത് നിർത്തണം പൂർണ്ണമായിട്ടും. ചിലർക്ക് ഇപ്പോൾ സിഗരറ്റ് കഴിച്ചുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് വരും. അപ്പോൾ ബോഡി അതിനുള്ള സൂചനകൾ തരും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ആ സൂചനകൾ കാണുമ്പോൾ നമ്മളത് നിർത്തണം. അതുപോലെ ഈ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യരുത്. അപ്പോൾ അല്ലെങ്കിൽ മദ്യം കഴിക്കണവർക്കുമ്പോൾ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. അന്നേരം നമ്മൾ എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ ഈ മദ്യവും സർട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പല കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് മറ്റേ ഗവൺമെൻറ് കീഴിലുണ്ട്, അല്ലാതെ ഇതുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ അത് നിർത്താനുള്ള പരിപാടി ചെയ്യണം. ഒന്നും മനുഷ്യന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാനത് കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മളീ പറയുന്ന ഒരു സാധനങ്ങളും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളല്ല. നമുക്ക് നമ്മൾ കഴിക്കുന്ന മിക്ക സാധനങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നുള്ളൂ. ഞാൻ ഒരാഴ്ച ഒരു ഫുഡ് ഇല്ലാതെ പല തവണയും കഴിഞ്ഞിട്ടുണ്ട്, 1 വീക്ക് വരെ. അതുകൊണ്ട് ഒരു മനുഷ്യനൊരു സാധനത്തിലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കണ പോലെ അപ്പോൾ ഫുഡ് അതൊരു നെസസിറ്റി ആയിട്ടൊന്നും അല്ല നമ്മൾ പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊള്ളില്ലാന്ന് തോന്നുന്നത് നമ്മൾ ഒഴിവാക്കണം പൂർണ്ണമായിട്ടും. അതിപ്പോൾ ഫുഡാണെങ്കിലും ലിക്കറാണെങ്കിലും സിഗരറ്റാണെങ്കിലും. ഞാൻ ജീവിതത്തിൽ സിഗരറ്റും വലിച്ചിട്ടുള്ള ലിക്കറും യൂസ് ചെയ്യാറില്ല. ഈ 2 എണ്ണം ഈ ക്രിസ്മസ് വൈനൊക്കെ ചിലപ്പോൾ എങ്ങാനും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നത്. ക്രിസ്മസിന് ഇപ്പോൾ വീടുകളിലൊക്കെ വരുന്ന വൈനുകളൊക്കെ ചിലപ്പോൾ തന്നു കഴിഞ്ഞാൽ ചെറിയ റൗണ്ട്സ് ഗ്ലാസ്സുകൾ, ചെറിയ ഗ്ലാസ്സില്ല, അതിൽ ഇച്ചിരി ആ കേക്കിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റേ ലിക്കറുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ലിക്കറും ഉപയോഗിക്കാറില്ല, സിഗരറ്റും ഉപയോഗിക്കാറില്ല, ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല, എനിക്ക് അതിന് താല്പര്യം തോന്നിയിട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പിള്ളേർ മറ്റേ റാങ്കിങ്ങിൻ്റെ ടൈമിൽ അപ്പോൾ ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ വിശ്വസിച്ചു. ആ പുള്ളി പറഞ്ഞു, ഓക്കെ നീ ഇതേവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സമ്മതിക്കണം, പക്ഷേ നീ കോളേജിൽ വെച്ച് കഴിച്ച് കണ്ടു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. 4 കൊല്ലം നീ ഇവിടെ ഉണ്ടാവും, എപ്പോഴെങ്കിലും നിന്നെ കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം പിടിച്ചോളാം എന്ന് പറഞ്ഞു സീനിയേഴ്സ്. ഞാൻ കഴിച്ചിട്ടില്ല, 4 കൊല്ലം കഴിച്ചില്ല. റാങ്കിങ്ങിൻ്റെ പീരീഡിൽ അവർ നിർബന്ധിച്ചില്ല, അങ്ങനെ ഫോഴ്സ് ചെയ്ത്. അന്നത്തെ കുറച്ചങ്ങനെ ഡീസൻ്റ് ആയിരുന്നു അന്നത്തെ സീനിയേഴ്സൊക്കെ. അവരങ്ങനെ ബലമായിട്ടൊന്നും ആർക്കും കൊടുക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. കഴിക്കുന്നില്ല എന്ന് 100% നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതങ്ങ് വിശ്വസിച്ചു. മറ്റേ സിഗരറ്റും മറ്റേ മദ്യവും കഴിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് അങ്ങനെ നിർബന്ധമുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ എല്ലാം അവോയ്ഡ് ചെയ്യാവുന്ന സാധനങ്ങളുണ്ട്. മനുഷ്യനങ്ങനെ ആഹാരം ചിലപ്പോൾ വേണ്ടി വരും. ഒരാഴ്ച വരെ വേണമെങ്കിൽ ആഹാരം ഇല്ലാതെ കഴിക്കുക. പക്ഷേ എന്നാലും ഫുഡ് നമുക്ക് വേണം, 2 നേരമെങ്കിലും ഫുഡ് വേണം. ഇതൊക്കെ നെസസിറ്റീസ് ഉള്ളൂ. ബാക്കിയുള്ള സാധനം അത് വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഗുഡ് ഫുഡ്, സാധാരണ റൈസോ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ, അത് വെജിറ്റബിളാണെങ്കിൽ അത്രയും നല്ലത് മനുഷ്യ ശരീരത്തിന്. അപ്പോൾ ചിലപ്പോൾ നോൺ വെജാണ് കുറച്ചും കൂടി ടേസ്റ്റി. എങ്കിലും നോൺ വെജ് നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് റെഡ് മീറ്റ് പ്രത്യേകിച്ചും
മറ്റേ ചിക്കനും ഫിഷ് കറി അത്രയും കുഴപ്പമില്ല. റെഡ് മീറ്റ് നമ്മൾ കൂടുതൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗോട്ടും ബഫലോയും ഒക്കെയാണ്. ഓക്കെ.